ഹലോ ഗായ്സ്, അപ്പോൾ ന്യൂ ജെൻ ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഡ്രിഫ്റ്റ് മാക്സ് പ്രോ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പിൽ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു വിട്ടിട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഡ്രിഫ്റ്റ് മാക്സ് പ്രോൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അടുത്ത 2 കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റോബ്ലോക്സ് ചെയ്യുന്നതാവും. റോബ്ലോക്സ് വേണമെന്ന് പറഞ്ഞിട്ടിട്ടാൽ അപ്പോൾ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഈ കാറല്ല കേട്ടോ, വേറെ കാറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഗെയിമിനെ കുറിച്ച്. അടിയിലും മോഡിഫിക്കേഷൻ, ഒരു ക്ലിക്ക് ചെയ്താൽ മോഡിഫിക്കേഷൻ അങ്ങനെയൊക്കെ കാണിക്കും. ഇത് സൈൻ ഇൻ ചെയ്യുന്നതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് മേളിൽ നിൽക്കാൻ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോമിലേക്ക് വന്നിട്ടുണ്ട്. അടിയിലുണ്ട് കുറേ ബോക്സൊക്കെ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ സമ്മാനം കിട്ടാൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമുക്ക് സ്കോർ ബോർഡ് കാണാം. ഞാൻ ഒന്നുകൂടി ആ സൈനിങ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോക്സ് കിട്ടും. അതിൽ ഫ്രീ ആണിത്. സിൽവറും ഗോൾഡും ആണ് കിട്ടുക. എനിക്ക് സിൽവർ കിട്ടി. അപ്പോൾ ഇതിൽ ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. നിയോൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ വെക്കുന്ന ലൈറ്റാണ്. അപ്പോൾ അത് മോഡിഫിക്കേഷനിൽ പോയി നിയോൺ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇത് ഓഫ്ലൈനാണ്, മൾട്ടിപ്ലെയറാണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്നെയാണ് മൾട്ടിപ്ലെയർ. അതിനൊക്കെ കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാം. മേളിൽ ഓഫ്ലൈനിൽ കളിക്കുന്നവർക്ക് കളിക്കാം. അപ്പോൾ അത് ഞെക്കിയിട്ട് ഫസ്റ്റ് വരുന്നതാണെങ്കിൽ ഓഫായി കിടക്കുക. ആ സമയം കഴിഞ്ഞാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അത് കളിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ് കിട്ടും. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും കളിക്കാം. പൈസ കൊടുക്കണം. അന്ന് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മാപ്പ് എടുത്തു നമ്മൾ. എന്നിട്ട് 5000 രൂപ ഗെയിമിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാറ് ചൂസ് ചെയ്യാൻ പറ്റും. ഈ കാറ് നമുക്ക് ചൂസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ അടുത്ത റോബ്ലോക്സിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മുടെ ലോഡിങ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഗെയിം തന്നെയാണ്. നല്ല ഗ്രാഫിക്സാണ്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒരുമിച്ചാണ്. അതാണ് അവിടെ ഒരു ഇഷ്യൂ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സിമ്പിളാണ് കൺട്രോളിങ് ഒക്കെ. ആക്സിലേറ്റർ, ഹാൻഡ് ബ്രേക്ക്, റിവേഴ്സ്, പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും. മറ്റേ നമ്മുടെ ക്യാമറ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബേസിനും പിന്നെ ഇപ്പോൾ കാണുന്ന ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ആ 2 ഉള്ളൂ. പിന്നെ നമുക്ക് അടിയിൽ മീറ്റർ കാണാൻ പറ്റും. എനിക്ക് അത്യാവശ്യം നല്ല ഗെയിമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് ഡ്രിഫ്റ്റ് മാക്സ് പ്രോ എന്നാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡൗൺലോഡ് ചെയ്തേക്ക്. ഇങ്ങനെ 2 ഫസ്റ്റ് പേഴ്സണും പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഇട്ടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ പ്ലെയിനിൻ്റെ മേളിലേക്കൂടെ ഉള്ള ഇതില്ലേ, അതിലേക്കൂടെ ഒന്ന് ചാടിക്കാം. ഇത് തന്നെ ഡ്രിഫ്റ്റ് മൂഡായ കാരണം പെട്ടെന്ന് ടയർ തേഞ്ഞു പോകും. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ഡ്രിഫ്റ്റായ കാരണം ഓവർ അങ്ങനെ ഇതെടുക്കാൻ പറ്റില്ല. ഇതാ ഹെലികോപ്റ്ററിൻ്റെ മേളിൽ കൂടെ ഞാൻ ചാടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓവർ ഡ്രിഫ്റ്റായ കാരണം എപ്പോഴും ഇടിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അത് ആദ്യമായിട്ട് കളിക്കുന്ന കാരണമാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല. കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കും. അങ്ങനെയൊക്കെ ആവും. കൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്യും കുറേ. ആ ഡ്രിഫ്റ്റ് കളിച്ച് സെറ്റായിക്കോളും. ഞാൻ വെറുതെ ഒന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ട്. അവിടെ ഇടിച്ച് നമ്മളിപ്പോൾ വണ്ടി തിരിക്കുകയാണ്.
നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. വെട്ടൊക്കെ അടിക്കുന്ന കറക്റ്റ് റിഫ്ലക്ഷൻ കാണാൻ പറ്റും. നമുക്കുണ്ടാ ഒരു സ്ക്രീനിലേക്ക് തന്നെ. എനിക്ക് അത്യാവശ്യം നല്ല ഗെയിമായിട്ട് തോന്നി. നല്ല ഗെയിം തന്നെയാണ്. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. വണ്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിലിങ് കൊടുക്കണം എന്നുള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മൾ ഓടിക്കുന്ന കാരണം അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ പുറകിലൊക്കെ കിടക്കുന്ന കാറുണ്ടാവുമല്ലോ, ആ ജീപ്പ് അങ്ങനത്തെ ഒക്കെ, ലോറി അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം ഗ്രാഫിക്സ് കുറവ് തന്നെയാണ്. അത് മാത്രമേ എനിക്ക് കുഴപ്പമായിട്ട് വന്നിട്ടുള്ളൂ. അത് ഇത്ര വലിയ കുഴപ്പമൊന്നുമല്ല. അപ്പം നമ്മൾ വെറുതെ 2 മിനിറ്റ് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്ത് ശീലമായ പിന്നെ കുഴപ്പമില്ല. ഈ പ്ലെയിനിൻ്റെ മേളിൽ കിടന്ന് നമുക്കൊന്ന് ചാടിക്കാം കേട്ടോ. അത് ചെയ്യുമ്പോൾ നല്ല സ്പീഡാണ് പ്ലെയിനിൻ്റെ മേളിൽ കിടന്ന് ചാടിക്കാൻ. അപ്പോൾ പ്ലെയിനിൻ്റെ മേളിൽ കിടന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ ടയർ ഓവർ ഇതാക്കി കഴിഞ്ഞാൽ തേയും. അത് കഴിയുമ്പോൾ ടയറിൻ്റെ ലെവലിങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്താൽ മതി. വേറെ ടയർ ഗോൾഡ് കോയിൻസ് കൊടുത്താൽ പുതിയ ടയറൊക്കെ കിട്ടും. അല്ലെങ്കിൽ മോഡിഫിക്കേഷന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗെയിമൊന്ന് പോസാക്കിയിട്ടുണ്ട് നമ്മൾ. ബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ. ഞാൻ ആ സൈഡിലെ ബോക്സ് ഒക്കെ ആയിട്ട് കാണിച്ചിട്ട് കണ്ട നമുക്ക് വീണ്ടും ആ സമയം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും സിൽവർ ബോക്സ് ഞാൻ തുറന്നിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുകയെന്ന് അറിയില്ല. നമുക്ക് 3 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ആ സിൽവർ ബോക്സ് തുറക്കണമെങ്കിൽ പൈസ കൊടുക്കണം. വേറെ പിന്നെ മൾട്ടിപ്ലെയർ അതൊക്കെ തന്നെ. പിന്നെ നമുക്ക് പൈസ കൊടുക്കണ്ട. ഇങ്ങനെ ടയർ വാങ്ങണ്ട. പൈസ കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ്, ഗെയിം ഇതൊക്കെ വാങ്ങാൻ പറ്റും. കാറുകൾ നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ ആഡൊക്കെ എടുത്തിട്ട്, പരസ്യമൊക്കെ എടുത്തിട്ട് നമുക്ക് ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. മൾട്ടിപ്ലെയറൊക്കെ കണ്ടില്ലേ, നോർമലും ഒക്കെ. ഇപ്പം നമ്മൾ ബാക്കായിട്ടുണ്ട്, ഹോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വണ്ടീനെ ഒന്ന് കാണിച്ചു തരാം. 2 വണ്ടിയുണ്ട് കേട്ടോ. സ്പീഡ് ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റും. നമ്മുടെ വണ്ടിക്ക് എത്ര സ്പീഡ് ഉണ്ടെന്ന് നോക്കുന്നതാണത് മാക്സിമം. അത് ഗെയിം അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. വണ്ടിയൊക്കെ കണ്ടില്ലേ, ഗ്രാഫിക്സ് ഞാനിത് ഹൈയിലിട്ടേക്കണേ. കുറച്ചിട്ടാലും കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ അടിയിൽ ഡിസ്കോഡ് വഴി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പേ ചെയ്തിട്ട് നമുക്ക് കാറുകൾ വാങ്ങാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.